നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നലെ തീപ്പൊള്ളലേറ്റ രാമപുരത്തെ ജ്വല്ലറി ഉടമ കണ്ണനാട്ട് KP അശോകൻ അല്പം മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണമടഞ്ഞു. ഇന്നലെ രാവിലെ 10 മണിക്കാണ് രാമപുരം കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകനെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളി ഇളന്തുരുത്തിയിൽ തുളസിദാസ് എന്ന് വിളിക്കുന്ന ഹരി കടയിലെത്തി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തുടർന്ന് തുളസിദാസ് രാമപുരം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. ഗുരുതരമായി പൊള്ളലേറ്റ അശോകൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത്. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള കതിർ സംയോജിത കൃഷി DYFI ഇലഞ്ഞി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിയിൽ തുടക്കമായി. ജനതയിൽ 2 ഏക്കർ സ്ഥലത്ത് വിവിധ ഇനം പച്ചക്കറി കൃഷി DYFI ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് സെക്രട്ടറിയുമായ അരുൺ അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി KN സദാനന്ദൻ, DYFI മേഖലാ സെക്രട്ടറി മിലൻ V മാത്യു, പ്രസിഡന്റ് ജോജു മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമി, പഞ്ചായത്ത് മെമ്പർ സന്തോഷ് KK, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KJ സെബാസ്റ്റ്യൻ, ജിനു തങ്കച്ചൻ, DYFI മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ആകാശ്, ബിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റുമാനൂർ മണർക്കാട് ബൈപ്പാസ് റോഡിൽ വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നു. അമിത വേഗതയും അശ്രദ്ധയുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഏറ്റുമാനൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഏറ്റുമാനൂർ പട്ടിത്താനം ബൈപ്പാസ് റോഡിലും അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കണ്ടഞ്ചിറയിൽ നിയന്ത്രണം വിട്ട ബൊലോറോ ജീപ്പ് പിക്കപ്പ് വാനിൽ തട്ടി യുവാവ് മരിച്ചത്. ബൈപ്പാസിൽ തവളക്കുഴി മുതൽ പാറക്കണ്ടം വരെയുള്ള ഭാഗത്ത് വാഹനങ്ങളുടെ അമിത വേഗത അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ ഭാഗത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും പരിശോധനയില്ലാത്ത സമയങ്ങളിൽ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. തവളക്കുഴിക്കും വടക്കേ നടയ്ക്കുമിടയിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ടിരുന്ന കാറിന്റെ പിന്നിലിടിച്ച് കാർ തലകുത്തനെ മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. ഇതിന് തൊട്ടുമുമ്പ് ബൈക്ക് യാത്രികനെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തീർപ്പിച്ച് യാത്രികന് പരിക്ക് പറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറിയുടെ പുറകുവശത്ത് ചരക്ക് ലോറി ഇടിച്ച് അപകടമുണ്ടായി. ഇടിച്ച വാഹനം മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇവിടെ നിന്നും മാറ്റിയത്. ഇങ്ങനെ ഒട്ടനവധി അപകടങ്ങളാണ് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ നടക്കുന്നത്. വാഹനങ്ങൾ അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ക്യാമറ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ വാഹനങ്ങളുടെ അമിത വേഗത കുറയ്ക്കാൻ ആകുമെന്നും ബൈപ്പാസ് റോഡിൽ മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ കഴിയുമെന്നും പൊതുപ്രവർത്തകനായ വിഷ്ണു ചെമ്മണ്ടവള്ളി പറഞ്ഞു. മണർക്കാട് ബൈപ്പാസ് റോഡാണ്. ഇവിടെ അനവധി അപകടങ്ങളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്പലത്തിൻ്റെ കിഴക്കേനട ഭാഗത്ത് ഇതുപോലെ തന്നെ ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയാണെങ്കിൽ ഒരു കണ്ടെയ്നർ ലോറിയുടെ പിന്നിൽ ഒരു ലോറി ഇടിച്ച് അപകടമുണ്ടായി. അത് രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് 9 മണിക്ക് ഇടയ്ക്ക് സംഭവിച്ചതാണ്. അത് വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടും അത് അവിടെ നീക്കം ചെയ്തില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ആ ലോറിക്ക് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്, അവിടെ മാറ്റാൻ പറ്റത്തില്ല, വണ്ടി മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ വേറെ വണ്ടി വന്ന് നീക്കം ചെയ്ത് 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ലോറി നടുക്ക് കിടക്കാൻ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. അത് അധികൃതരെ നമ്മൾ അറിയിച്ചു, പോലീസിന് നമ്മൾ അറിയിക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഇവിടുന്ന് റൗണ്ടാന ജംഗ്ഷനിൽ നിന്ന് നമ്മൾക്ക് എറണാകുളം മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് കൂടുതലും വരുന്നത്. അവർ നേരെ ബൈപ്പാസ് ആയതുകൊണ്ട് സ്പീഡ് കൂട്ടി അവർ പോകും. അപ്പോൾ നമുക്ക് ഈ തുടങ്ങി തവളക്കുഴി ജംഗ്ഷൻ്റെ ഇപ്പുറയോ അല്ലെങ്കിൽ തവളക്കുഴി ജംഗ്ഷൻ്റെ അപ്പുറത്തോട്ട് മാറി നമുക്ക് സ്പീഡ് ക്യാമറ പോലീസിൻ്റെ ഒരു ക്യാമറ വെക്കുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ക്യാമറ വെക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, വണ്ടിയുടെ വേഗത ഇത് കണ്ടിട്ട് ആൾക്കാരെ കുറച്ച് മനസ്സിലാക്കി അവർ വേഗത കുറച്ച് പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ ഈ മാലിന്യങ്ങൾ തള്ളുന്ന ആൾക്കാരുണ്ട്. ആ മാലിന്യങ്ങൾ തള്ളുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റും ഈ ക്യാമറകളുണ്ടെങ്കിൽ. എത്രയും പെട്ടെന്ന് പോലീസിനത് സഹായകരമാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ 2 കാര്യങ്ങൾ ക്യാമറ കൊണ്ട് പറ്റും. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഈ നാലൻകുടി ജംഗ്ഷൻ വരുന്ന തവളക്കുഴി, കിഴക്കേനട അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും രീതിയിൽ ഈ സിഗ്നലോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സ്പീഡ് കുറച്ച് പോകാനുള്ള സംവിധാനങ്ങളൂടെ വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പരിധി വരെ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലമാകുമ്പോൾ തന്നെ ഈ പറഞ്ഞ വാഹനങ്ങളെല്ലാം നല്ല അമിത വേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ബൈപ്പാസിനെ നമ്മൾ ഒന്നും പറയുന്നില്ല. കാരണം ബൈപ്പാസ് വന്നത് ഏറ്റവും നല്ല കാര്യമാണ്. MC റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. ആ പക്ഷേ ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തപ്പോൾ ആൾക്കാരുടെ ധാരണ
വാഹന യാത്രക്കാരുടെ ധാരണ അവർ അമിത വേഗത്തിൽ അങ്ങ് പോകും. അമിത വേഗമാണ് ഏറ്റവും കൂടുതൽ അപകടം സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ദിവസം നമ്മൾ ഈ ബൈപ്പാസിൽ ചേർന്ന് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് നമ്മളാണ് ഒരു രക്ഷാപ്രവർത്തനത്തിനൊക്കെ എല്ലാവരും നാട്ടുകാരൊക്കെയാണ് എല്ലാവരും ഇറങ്ങി ചെല്ലുന്നത്. അതുകൊണ്ട് നമുക്കിത് ഡെയിലി കാണുന്നതുകൊണ്ടാണ് ഇതിനൊരു മാറ്റം വരണം. അതുകൊണ്ട് പോലീസ് സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പിറവം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം വെളിയനാട് ഗവൺമെൻറ് UP സ്കൂളിൽ എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജയകുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി പീറ്റർ അധ്യക്ഷത വഹിച്ചു. സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ അജു K നാരായൺ മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബോബൻ കുര്യാക്കോസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജീവ് MP, HM ഫോറം സെക്രട്ടറി ഷാജി ജോർജ്, ഹെഡ്മാസ്റ്റർ MA അനിൽകുമാർ, PTA പ്രസിഡന്റ് പാർവതി R നായർ, വിദ്യാരംഗം ജോയിന്റ് കോർഡിനേറ്റർ കവിത MK എന്നിവർ സംസാരിച്ചു. മുളന്തുരുത്തി സത്കല വിജയൻ വരയും നാട്ടുമൊഴിയും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് അയ്യപ്പൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഹരീഷ് R നമ്പൂതിരിപ്പാട് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം വൈക്കം MLA CK ആശ ഉദ്ഘാടനം ചെയ്തു. വൈക്കം ക്ഷേത്ര കലാപീഠം ഹാളിൽ നടന്ന യോഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ മനോജ് B നായർ, വൈക്കം മുനിസിപ്പൽ ചെയർമാൻ പ്രീത രാജേഷ്, വൈസ് ചെയർമാൻ ET സുഭാഷ്, മുൻ MLA K അജിത്, വൈക്കം DYSP TB വിജയൻ, വൈക്കം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ V ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു. കർണാടക സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണകൾ ഉണർത്തുന്ന വൈക്കം മഹാദേവ ക്ഷേത്രാങ്കണത്തിലാണ് കോട്ടയം ജില്ലയിലെ സുവർണ ജൂബിലി ആഘോഷം. പാലക്കാട് ചെമ്പൈ ഗ്രാമം, തിരുവനന്തപുരം കോഴിക്കോട് തളിക്ഷേത്രം, തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഹാൾ, ഗുരുവായൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സുവർണ ജൂബിലി ആഘോഷം വിപുലമായി നടത്തുന്നതിന് ദേവസ്വം ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് 17 ദേവസ്വം മന്ത്രി P വാസവൻ ചെമ്പൈ ഗ്രാമത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി തൃപ്പൂണിത്തുറ, കേരള കലാമണ്ഡലം തുടങ്ങിയ സ്ഥലങ്ങളിൽ സെമിനാറും ചെമ്പൈ അനുസ്മരണവും നടത്തുമെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ പറഞ്ഞു. കോട്ടായിൽ നടക്കുന്ന സമ്മേളനത്തിൽ ചെമ്പൈയുടെ സ്മാരകമായി പോസ്റ്റൽ സ്റ്റാമ്പും കവറും ഇറക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ എക്സിബിഷനും കൂടാതെ ജൂബിലി സ്മരണികയും ഇറക്കും. CK ആശ MLA, മുൻ MLA K അജിത് എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചു. വൈക്കത്തപ്പനും നമ്മൾ പറയുന്ന പോലെ തന്നെ ആശ്രിത വത്സലും അന്നദാന പ്രഭുവും ഒക്കെ ആണ് എന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനുപരിയായിട്ട് ഇതുപോലെ കലയെ ഏറ്റവും പ്രധാനപ്പെട്ട ത്യാഗരാജന്റെ ആ ഒരു ഭാവം കൂടി ഉള്ള നമ്മുടെ വൈക്കത്തപ്പന്റെ മണ്ണിലാണ് ഈ ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ഈ ആചരണ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരമായിട്ടുള്ള നമ്മൾക്ക് അത് ഏറ്റവും ഗംഭീരമായി മറ്റു സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നതിനോട് നിന്ന് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മികവ് പുലർത്തുന്ന രീതിയിൽ നമുക്ക് വൈക്കത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ദിവസം അത് ഏറ്റവും പ്രൗഢഗംഭീരമായ രീതിയിൽ നടത്താൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. തീർച്ചയായും അത് അപ്രകാരം തന്നെ വൈക്കത്തിന്റെ മണ്ണിൽ നിർവഹിക്കുമെന്ന് ഞാൻ ഈ സദസ്സ് മുൻപാകെ ഉറപ്പു നൽകുകയാണ്. കോട്ടയം ജില്ല ചില സമുദായങ്ങളുടെ കുത്തകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയത്തിൻ്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലാണ്. SNDP യോഗം രാഷ്ട്രീയ ശക്തി ആകണം. അംഗങ്ങൾ അവരവരുടെ പാർട്ടികളിൽ നിന്നും അവകാശം നേടിയെടുക്കണം. സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലെത്താൻ ശ്രമം വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രതിനിധികൾ വേണമെന്നും വെള്ളാപ്പള്ളി കോട്ടയത്ത് നടന്ന SNDP യോഗത്തിൻ്റെ നേതൃയോഗത്തിൽ പറഞ്ഞു. ഞാനൊരു മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വൈശാഖനായിട്ട് മുസ്ലിമില്ല, ആ മുന്നേ ഞാൻ വൈശാഖനായിട്ട് വെച്ചു. എന്നെ അന്തസ്സായിട്ട് ഞാൻ അയാൾക്ക് ചായ വെച്ചുകൊണ്ടിരിക്കും. ഞാൻ മുസ്ലിമാണ്, ഞാനിരിക്കുമ്പോൾ, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു വൈശാഖന് കേൾക്കേണ്ടതിൻ്റെ ധർമ്മമാണ് അവിടെ ഞാൻ വെച്ചു. ഞാനത് ശരിയായില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം ആരെല്ലാം എന്നെ
എന്നെ സഹായിക്കാൻ നിരന്തരം വന്നു. അപ്പോൾ വിദ്യാസാഗർ പ്രഭാത് ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി അവതരണത്തിൻ്റെ വ്യത്യസ്തതയിൽ ശ്രദ്ധേയമായി. ന്യൂസ് പ്രിന്റ് നഗർ YMCA, കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ, വൈസ്മാൻ ഇൻ്റർനാഷണൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മറ്റപ്പള്ളിക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ്റെ സഹകരണത്തിൽ പെരുവ കാരിക്കോട് ഫാദർ ഗീവർഗീസ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ NSS, SPC, കരിയർ ഗൈഡൻസ് സെൽ എന്നിവയുടെ നേതൃത്വത്തിൽ ഓട്ടംതുള്ളൽ കലാരൂപത്തിൽ ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് V അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ഓട്ടംതുള്ളൽ കലാപ്രകടനത്തിലൂടെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ വിദ്യാർത്ഥികളിലും സദസ്സിലും ഹൃദയസ്പർശിയായി അവബോധമുണർത്തി. വൈസ്മാൻ ക്ലബ് പ്രസിഡന്റ് തോമസ് വെട്ടിക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം YMCA പ്രസിഡന്റ് KP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ജോർജ് ചാലപ്പുറം, പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബു MC മറ്റപ്പള്ളിക്കുന്ന്, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റോബർട്ട് തോട്ടുപുറം, ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു, YMCA ഭാരവാഹികളായ തോമസ് ചെറിയാൻ, എബി സക്രിയ, കരിയർ മാസ്റ്റർ രാജേഷ്, പ്രോഗ്രാം ഓഫീസർ പ്രിയ എന്നിവർ നേതൃത്വം നൽകി. വിപണനം നടത്തുന്ന കുട്ടികളിലൂടെ, വിദ്യാർത്ഥികളിലൂടെ ഇത് വിറ്റ് കാശാക്കുന്ന സ്ഥിതിയും നമ്മൾ കണ്ടു. പലപ്പോഴും അത് വളരെ വിശദമായി ചാനലുകാർ അവതരിപ്പിക്കുന്നു. നമ്മളതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇത് മനസ്സിലാക്കുന്നുണ്ടോ? വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇത് നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം ചേട്ടന് വേണ്ടി ഒന്ന് മൗനം അവലംബിക്കാമോ? ഇതൊന്ന് ശ്രദ്ധിക്കാമോ? ഇത് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി. YMCA കഴിഞ്ഞ വർഷം ക്വിസ് കോമ്പറ്റീഷൻ നടത്തി ഈ സ്കൂളിൽ വെച്ച് അതിൽ വിജയികൾക്ക് സമ്മാനം കൊടുത്തത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കാൻ, മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ് YMCA. നിരവധിയായ സഹായ വിതരണവും ഞങ്ങൾ നടത്തുന്നുണ്ട്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി പൊതുയിട ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പാമ്പാടി ബ്ലോക്കിൽ തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് തല പരിപാടിയുടെ ഭാഗമായി അരുവിക്കുഴി ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കി. ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് BDO ഷിനു ജോർജ് സ്വാഗതവും ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര നന്ദിയും പറഞ്ഞു. ആശംസകൾ നേർന്നുകൊണ്ട് ബ്ലോക്ക് മെമ്പർമാരായ ബിജു തോമസ്, TM ജോർജ്, കൂരപ്പട പഞ്ചായത്ത് മെമ്പർ മോഹനൻ TG, ബ്ലോക്ക് HIC ഓഫീസർ ജയകുമാർ PR, നിർമ്മല സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന മന്ത്രിതല യോഗ തീരുമാനപ്രകാരം നവംബർ 1 വരെ എല്ലാ 3-ാം ശനിയാഴ്ചകളിലുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ പൊതുയിടങ്ങളിൽ നടത്തുന്നത്. സന്നദ്ധ സംഘടനകൾക്കും ഈ പരിപാടിയിൽ പങ്കുചേരാൻ അവസരമുണ്ട്. മികച്ച പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയോടനുബന്ധിച്ച് നമ്മുടെ ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 3 ആഴ്ച കൂടുമ്പോൾ അവരെ 3-ാം ശനിയാഴ്ച നമ്മുടെ ഒരു ശുചീകരണ ക്യാമ്പയിൻ നടത്തണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അരുവിക്കുഴി ടൂറിസ്റ്റ് കേന്ദ്രം, അരുവിക്കുഴി വെള്ളച്ചാട്ടം. ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇന്ന് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ ക്യാമ്പയിൻ ഇന്ന് നടത്തുകയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ വന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യം അല്ലെങ്കിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഞങ്ങളുടെ ഒരു ജനകീയ ക്യാമ്പയിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇന്ന് നമ്മൾ പെറുക്കി നമ്മൾ അത് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു നേരമാണ്. അവർക്ക് അറിയാം ഇന്ന് കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ പോലും വളരെ നല്ല ഉത്സുകരായിട്ട് തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും ഇന്നിവിടെ ഈ പരിപാടി സജീവമായി പങ്കെടുത്തിരിക്കുകയാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.